നമസ്കാരം. സൈനിക സാങ്കേതിക വിദ്യയിൽ കുതിച്ചുചാട്ടം നടത്തുന്ന തുർക്കി തങ്ങളുടെ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ICBM പുറത്തിറക്കിയിരിക്കുകയാണ്. വൻ ശക്തിരാജ്യങ്ങളുടെ കുത്തകയായിരുന്ന ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയതോടെ തുർക്കി ആഗോള സൈനിക ഭൂപടത്തിൽ ഒരു അനിഷേധ്യ ശക്തിയായി മാറിയിരിക്കുകയാണ്. വെറുമൊരു മിസൈൽ എന്നതിലുപരി ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ നിമിഷനേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ആയുധമാണിത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കുറഞ്ഞത് 5500 കിലോമീറ്ററിന് മുകളിൽ സഞ്ചാരപരിധിയുണ്ട്. അത്യാധുനിക ഗൈഡൻസ് സിസ്റ്റവും റഡാറുകളെ വെട്ടിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷിയും ഇതിനെ അതിമാരകമാക്കുന്നുണ്ട്. ഇതിനർത്ഥം തുർക്കിയുടെ മണ്ണിൽ നിന്ന് തൊടുക്കുന്ന ഒരു മിസൈലിന് ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ള ലക്ഷ്യത്തെ കൃത്യമായി തകർക്കാൻ സാധിക്കും എന്നാണ്. തന്ത്രപരമായ കണക്കുകൾ പരിശോധിച്ചാൽ തുർക്കിയുടെ ഈ പുതിയ മിസൈലിന് ഇന്ത്യയിലെ ഏത് നഗരത്തിലും എത്താൻ സാധിക്കും. തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഏകദേശ ദൂരം 5000 കിലോമീറ്ററിനുള്ളിലാണ്. ICBM വിഭാഗത്തിൽപ്പെടുന്ന ഒരു മിസൈലിന് ഈ ദൂരം അനായാസം മറികടക്കാൻ സാധിക്കും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയും ആഫ്രിക്കയെയും ഈ മിസൈലിന്റെ പരിധിയിലാക്കുന്നുണ്ട്. ദൂരപരിധിയുടെ ഈ വർധനവ് ആഗോള പ്രതിരോധ വിദഗ്ധർ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് തുർക്കിയും ഇടം പിടിക്കുമ്പോൾ അത് നാറ്റോ സഖ്യത്തിനുള്ളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പ്രതിരോധ ആവശ്യങ്ങൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന കാലം തുർക്കി അവസാനിപ്പിക്കുകയാണ്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ സാങ്കേതിക വിദ്യ തുർക്കിയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുകയാണ്. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നതിൽ തർക്കമില്ല. അതീവ സങ്കീർണമായ പ്രൊപ്പൽഷൻ സിസ്റ്റവും അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാനുള്ള സാങ്കേതിക വിദ്യയും തുർക്കി വിജയകരമായി വികസിപ്പിച്ചു. അതേസമയം ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. എങ്കിലും ഇത്തരം അത്യാധുനിക ആയുധങ്ങളുടെ സാന്നിധ്യം നയതന്ത്ര ചർച്ചകളിൽ തുർക്കിക്ക് കൂടുതൽ മേൽക്കോയ്മ നൽകും. തുർക്കിയുടെ ICBM വെറുമൊരു ആയുധമല്ല, മറിച്ച് ആധുനിക ലോകത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ ശ്രമമാണ്. സമാധാനത്തിനും സുരക്ഷയ്ക്കുമാണ് ഈ കരുത്ത് എന്ന് തുർക്കി വ്യക്തമാക്കുമ്പോഴും ഈ മിസൈലിന്റെ ദൂരപരിധിയും പ്രഹരശേഷിയും ലോകരാജ്യങ്ങളെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ ഇത് ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റം വരുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.